ഹായ്, ഇറ്റ്സ് മീ അക്ഷയ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇല്ലിക്കക്കല്ല് വരെ എത്തിയിരുന്നു. അവിടെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്നവിടം വരെയാണ് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കണേ. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെല്ലൈക്കനൊക്കെ ഞെക്കി എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണേ. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇല്ലിക്കക്കല്ല് എത്തി ഇതിൻ്റെ മേളിലേക്ക് കയറുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ആ വഴിയിലുണ്ടായ കുറച്ച് സംഭവങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഇല്ലിക്കക്കല്ലിൻ്റെ മേളിലേക്ക് കയറാനായിട്ട് തുടങ്ങാം കേട്ടോ. നിങ്ങളും ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചു. നമുക്ക് ഇനിയും മനോഹരമായ കുറച്ച് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുമുണ്ട്. പിന്നെ ഞാൻ അതിപ്പോൾ ഉള്ളതാ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുക. അങ്ങനെ ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള ഇല്ലിക്കക്കല്ലിൻ്റെ ട്രക്കിങ് വരുന്നത്. നല്ല രീതിക്ക് കാറ്റും അതുപോലെ തന്നെ മഴയൊക്കെ ചാറുന്നുണ്ട്. നമുക്ക് ഈ വഴിയുടെ ഭീകരത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ഒരുപാട് നടക്കാനുണ്ട്. മുകളിലേക്ക് കുത്തനെ കയറ്റമാണ്. റോഡെന്നൊന്നും പറയാനില്ല, കല്ലിട്ട വഴികളൊക്കെയാണ്. ഇത് ആ പോകുന്ന വഴിയിലൂടെ ഇതുപോലെ മനോഹരമായ കുറച്ച് പൂക്കളും ആ കാടിൻ്റെ ഒരു പ്രത്യേക ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചിട്ട് അവിടെയുള്ള മരങ്ങളൊക്കെ ആടി ഒലിഞ്ഞ് ഒരു പ്രത്യേക തരം കാഴ്ച നമുക്ക് സമ്മാനിച്ചത്. നല്ല ശക്തിയായ രീതിക്ക് തന്നെയാണ് അവിടെ നമ്മൾ നിന്നപ്പോൾ ഉള്ള കാറ്റ്. ഇനിയും മേളിലേക്ക് പോകും തോറും കാറ്റിൻ്റെ ശക്തി കൂടി വന്നുകൊണ്ടിരുന്നു. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാരനുമാണ് ഏറ്റവും മുന്നിൽ പോയത്. അവർ രണ്ടുപേരും പെട്ടെന്ന് കയറി. നമ്മൾ പതുക്കെ ഓരോ സ്ഥലങ്ങളും നിന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് ഞങ്ങൾ കയറുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇനി മേളിലേക്ക് കയറാൻ പോകുന്നത്. ഓരോ വഴിയും വളരെ പതുക്കെയും ശ്രദ്ധിച്ചും തന്നെ കയറി പോവുക. ചെരുപ്പുകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് തന്നെ ഇടാനായിട്ട് നോക്കണം. കാരണം ഈ പോകുന്ന വഴിയിലൂടെ തെന്നി വീഴാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഗ്രിപ്പ് കുറവുള്ള ഒരു ചെരുപ്പൊക്കെയാണ് നിങ്ങൾ ധരിച്ചുകൊണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് തെന്നി വീണ് നമുക്ക് എന്തെങ്കിലും അപകടമുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കാരണം പോകുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നല്ല ചെരുപ്പുകൾ തന്നെ ഇട്ടുകൊണ്ട് പോകുക. ഗ്രിപ്പുള്ളത് നോക്കി ഇടുക. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ തെന്നി വീണ് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അവിടുന്ന് ഉടനെ നമുക്ക് ഓടിച്ചാടി ഇറങ്ങി പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇത് ഞാൻ എടുത്തു പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങി. പോകും തോറും വഴി പതുക്കെ ദുഷ്കരമായി തന്നെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്നാൽ അവിടുത്തെ മനോഹാരിത ഒരു പ്രത്യേക തരമായിരുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ ഇത് മഴക്കാലത്തെ അവസ്ഥയാണ്. വേനൽക്കാലത്ത് ഇതിന് നേരെ തിരിച്ചാണ്. ഇതിലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കിട്ടുന്നതാണ്. ഇത്രയും ഭീകരത ഉണ്ടാവില്ല. പകരം
ഒരുപാട് മനോഹരമായ രീതിയിലുള്ള പല പല കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു എത്ര മനോഹരമാണല്ലേ. ഇത്രയൊക്കെ വീഡിയോകൾ എടുത്തിട്ടും എനിക്കതൊന്നും മതിയാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുത്തിയൊരു സ്ഥലമാണ് ഇല്ലിക്കക്കല്ല്. കാരണം ഓരോ സ്ഥലത്തേക്ക് തിരിച്ചാലും നമുക്ക് ഓരോരോ ഫ്രെയിമുകൾ കിട്ടുമായിരുന്നു. ഈ പോസ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ അനിയനെ കണ്ടാൽ തോന്നും അവൻ എന്തോ നേടിയെന്ന്. പക്ഷേ ഇതൊന്നുമല്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ പുറകിലൂടെ കുറേ പേര് മുകളിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നത്. എന്നാൽ ഫോട്ടോ എടുത്ത് തരാൻ വേറെ ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളതൊരു വീഡിയോ ആക്കി തന്നെ എടുത്തു. അങ്ങനെ അവിടെ നിന്നും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ അങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പുറത്തോടെ കയറി വരായിരുന്നു, പക്ഷെ നമ്മൾ സൈഡ് കയറി. നമ്മൾ ഏകദേശം ടോപ്പിനോട് എടുക്കാറായി. ഫുള്ള് കൂടെയും ഈ ബാക്ക് സൈഡ് റോഡിൽ നിന്ന് ഇല്ലിക്കക്കല്ല് കയറുക എന്ന് പറഞ്ഞാൽ നല്ല ടഫുള്ള പരിപാടിയാണ്. കാരണം വഴി അത്രയ്ക്ക് കുത്തനെ കയറ്റവും നമുക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള വഴിയാണ്. പ്രത്യേകിച്ച് മഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് തണുപ്പൊക്കെ ആയിട്ട് എന്നെ പോലും കാണത്തില്ല. ഞാൻ വേറെ രണ്ടുപേരെ കാണിച്ചു തരാം. എൻ്റെ അനിയനും കൂട്ടുകാരനും മേളിലുണ്ട്. അങ്ങനെ കുറേ നടന്ന് ഏകദേശം ഞങ്ങൾ മുകളിലെത്തി. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാട് കയറാനുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതല്ല. കാരണം കോട നിറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെയുള്ള കാഴ്ചകൾ പാതിയും നമുക്ക് വിസിബിൾ അല്ലാത്ത ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തി. ഇനി ഇവിടെ കുറച്ച് നേരം നിന്ന് ഈ കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും താഴത്തേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. കാരണം മുന്നോട്ട് ഇനിയുള്ള പാത കുറേ കൂടിയും ഭീകരമായിരുന്നു. പാറയുടെ മേളിൽ കൂടെ തന്നെ തെന്നി ഒക്കെ കിടക്കുന്ന പാറയാണ്. അതിൻ്റെ മേളിൽ കൂടെ കുറേ മേളിലേക്ക് പോകാനുണ്ടായിരുന്നു. മേളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്, കയറി പോകുന്നവരുണ്ടായിരുന്നു.
പക്ഷേ ഞങ്ങൾക്ക് സമയത്തിൻ്റെ കുറച്ച് കുറവ് മൂലവും അതുപോലെ തന്നെ ഇരുട്ടായി തുടങ്ങിയത് കൊണ്ടും ഞങ്ങൾ അവിടുന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു. അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ പകർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. എത്രമാത്രം നന്നായിട്ട് കിട്ടണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത് ഇതേ കാണുന്ന അങ്ങ് ദൂരെ നിന്നും ആണ് ഇനി നമ്മൾ താഴത്തോ ഇറങ്ങി വന്നത്. ഇനിയും ഒരുപാട് താഴേക്ക് പോകാനുണ്ട്, ഒന്നും ആയിട്ടില്ല. പതുക്കെ പതുക്കെ താഴെ എത്തി ഞങ്ങൾ റോഡൊക്കെ കാണാൻ തുടങ്ങി, വണ്ടികളൊക്കെ കിടക്കണ കണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് റോഡിലെത്തി. ഇനി നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് നമുക്ക് തിരിച്ച് പോകുന്നതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മൾ പകർത്തുന്നതാണ്, നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം കീപ് സപ്പോർട്ടിങ്. ഇനിയും നമ്മളെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലും നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവരാണെ അറിയാം, ഞാൻ ഡെയിലി അതിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം കൂടുതൽ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇനിയും ഇതുപോലെ മനോഹരമായ വീഡിയോകൾ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് എപ്പിസോഡ് 2 ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത്രയും നേരം കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഇനിയും തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്. ഓയ് ബൈ ബൈ. ഷെയ്ക്കായിരിക്കും എൻ്റെ പേര് വെച്ചാൽ